സമാധാനത്തിന് അമേരിക്ക ശ്രമിച്ച് പരാജയപ്പെടുമ്പോൾ റഷ്യൻ ശ്രമം പൂവണിയുമോ? ഇതാണ് ചോദ്യം. അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധത്തിന് അമേരിക്ക വിട്ടുവീഴ്ച ചെയ്ത് അമേരിക്ക സമാധാനം കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് പാകിസ്ഥാനെ ചുമതലപ്പെടുത്തി ചർച്ചയ്ക്ക് നീങ്ങുമ്പോൾ അമേരിക്ക ഉദ്ദേശിക്കുന്നിടത്ത് കാര്യങ്ങൾ എത്തി നിൽക്കുന്നില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ റഷ്യ അമേരിക്കയുടെ ശത്രു എന്ന് പറയാനാവില്ല, മിത്രമെന്നും പറയാനാവില്ല. ശീതയുദ്ധാനന്തരം അമേരിക്കയുടെ ഒരു ശത്രുത, അമേരിക്കയുമായുള്ള ശത്രുത ഉപേക്ഷിച്ച രാജ്യമാണ് റഷ്യ. പക്ഷേ യൂറോപ്യൻ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉക്രൈൻ വിഷയത്തിൽ റഷ്യ ഉയർത്തുന്ന ഒരു വലിയ ഭീഷണിയുണ്ട്, ഒരു ടെറിറ്റോറിയൽ ത്രെട്ടുണ്ട്. ദാറ്റ് മേക്സ് റഷ്യ എ സോർട്ട് ഓഫ് എനിമി ആസ് ഫാർ ആസ് യൂറോപ്യൻ പവേഴ്സ് കൺസേൺഡ്. ഇപ്പോൾ യൂറോപ്യൻ ശക്തികളും അമേരിക്കയും ചേർന്ന് നിൽക്കുമ്പോൾ റഷ്യയെ അമേരിക്കയുടെ മറ്റൊരു ധ്രുവത്തിൽ പ്രതിഷ്ഠിക്കാനേ കഴിയൂ. കാരണം അത് വളരെ സങ്കീർണമാണ്. ശീതയുദ്ധ സമയത്തേതുപോലെ ലളിതമല്ല കാര്യങ്ങൾ. ഇത് സുഹൃത്തെന്നോ ശത്രുവെന്നോ പറയാനാവാത്ത ഒരു രാജ്യമാണ് റഷ്യ. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പറയുന്നു, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ തൻ്റെ നല്ല ചങ്ങാതിയാണ്. താൻ അധികാരം ഏറ്റെടുത്താൽ ഉടനെ തന്നെ റഷ്യ ഉക്രൈൻ വിഷയം പരിഹരിക്കും. താനായിരുന്നു പ്രസിഡന്റെങ്കിൽ 24 മണിക്കൂറിനുള്ളിൽ പ്രശ്നം പരിഹരിച്ചേനേയും, പ്രശ്നം പോലും ഉണ്ടാവില്ല എന്ന് വീരവാദം പറഞ്ഞ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തി 1.5 വർഷം കഴിഞ്ഞതിന് ശേഷവും ഉക്രൈൻ യുദ്ധം അതുപോലെ തുടരുകയാണ്. അത് ചതഞ്ഞ് നിൽക്കുകയാണ്. പ്രോട്രാക്റ്റഡ് കോൺഫ്ലിക്റ്റ് എന്ന് പറയും. അങ്ങനെയുള്ള രാജ്യമായ റഷ്യ അമേരിക്ക ഇൻവോൾവായ ഇറാൻ യുദ്ധത്തിൽ മധ്യസ്ഥത വഹിക്കുക എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? മധ്യസ്ഥത എന്നത് ഒരു നിഗമനം മാത്രമാണ് കേട്ടോ. അത് റഷ്യ മുന്നോട്ട് വെച്ച ഒരു ചിന്തയാണ്. നിങ്ങൾക്ക് കഴിയുന്നില്ല എങ്കിൽ ഇറാൻ തങ്ങളുമായി സൗഹൃദമുള്ള രാജ്യമാണ്, ചരിത്രപരമായ സൗഹൃദമുണ്ട്, എക്കാലത്തെയും സൗഹൃദമുണ്ട്. ഇറാൻ തങ്ങൾ ആയുധങ്ങൾ നൽകി സഹായിക്കുന്ന രാജ്യവുമാണ്. ഇറാന് വലിയ രീതിയിൽ തങ്ങൾ സാങ്കേതിക വിദ്യയും അതുപോലെ തന്നെ സാറ്റലൈറ്റ് ഇൻഫർമേഷനും കൈമാറുന്നുമുണ്ട്. റഷ്യ അത് മറച്ചു വയ്ക്കുന്നൊന്നുമില്ല. ഇറാനും തിരിച്ച് റഷ്യയെ ഉക്രൈൻ യുദ്ധത്തിൽ സഹായിച്ചിട്ടുണ്ട്, ഡ്രോണുകൾ നൽകി. ഇപ്പോൾ ഇറാന് ഡ്രോണുകൾ നൽകുന്നത് റഷ്യയാണ്. റഷ്യ ആദ്യം ഡ്രോൺ സാങ്കേതിക വിദ്യയിൽ ലേശം പിന്നോട്ടായിരുന്നു. പിന്നീട് വലിയ ശക്തിയുള്ള ഡ്രോണുകൾ റഷ്യ തന്നെ വികസിപ്പിച്ചെടുത്തു ഈ 2-3 വർഷം കൊണ്ട്. അതിൻ്റെ ഒരു ചെറിയ കണ്ടിൻജൻറ്റ് ഇറാനിലെത്തി എന്ന റിപ്പോർട്ടുകളുമുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ ആണവ വിഷയം കീറാമുട്ടിയായി നിൽക്കുമ്പോൾ ആണവ ശക്തി കൂടിയായ റഷ്യ എന്ന രാജ്യത്തിന് എന്തു ചെയ്യാനാവും? അതാണല്ലോ ചോദ്യം. റഷ്യ പറഞ്ഞു, ആദ്യമേ തന്നെ ആഴ്ചകൾക്ക് മുൻപ് തന്നെ പറഞ്ഞു, സമ്പുഷ്ടീകരിച്ച യുറേനിയം 60% സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിൻ്റെ ഒരു ശേഖരം, ചെറുതെങ്കിലും അപകടകരമാകാവുന്ന ഒരു ശേഖരം ഇറാൻ്റെ കൈവശമുണ്ട്. ഇതാണ് അമേരിക്കയെ അലോസരപ്പെടുത്തുന്നത്. ഇതാണ് ഇറാനെയും ഗൾഫ് രാജ്യങ്ങളെയും അലോസരപ്പെടുത്തുന്നത്. ആ ആണവ ശേഖരത്തിൻ്റെ നിയന്ത്രണം ഇറാനിൽ നിന്നും റഷ്യയിലേക്ക് കൊണ്ടുവന്നാൽ, നിയന്ത്രണം എന്നതല്ല, ആ മെറ്റീരിയൽ സുഗമമായി ട്രാൻസ്പോർട്ട് ചെയ്ത് സുരക്ഷിതമായി റഷ്യയിലെ ഒരിടത്തേക്ക് മാറ്റുകയാണെങ്കിൽ പ്രശ്നം പരിഹരിക്കരുതോ? വൈ ഡോണ്ട് യു ട്രസ്റ്റ് അസ് എന്ന് റഷ്യ അമേരിക്കയോട് പറയുകയാണ്. ഇപ്പോൾ റഷ്യയുടെ കയ്യിൽ ഇട്ടുമൂടാൻ ലോകത്തെ ഒരു 10 വട്ടമല്ല 100 വട്ടം ചുട്ടുകൊല്ലാൻ പറ്റുന്ന രീതിയിലുള്ള ആണവ ശേഖരവും ബോംബുകളുമുണ്ട്. 5900-ൽ പരം ആണവ പോർമുനകളുണ്ട്. അമേരിക്കയ്ക്കുള്ളതിനേക്കാൾ ലേശം കൂടുതൽ, ഏതാനും പോർമുനകൾ കൂടുതലുള്ളത് ഇപ്പോഴും റഷ്യക്ക് തന്നെയാണ്. മുൻകാലങ്ങളിൽ കസാഖസ്ഥാനിലും അതുപോലെ ഉക്രൈനിലും ഒക്കെ വിന്യസിച്ചിരുന്ന റഷ്യൻ സോവിയറ്റ് കാലഘട്ടത്തിലെ ആണവ ആയുധങ്ങൾ റഷ്യയിലേക്ക് ഒരു കരാറിലൂടെ, ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിയും അമേരിക്കയും ഒക്കെ ഉൾപ്പെടുന്ന ഒരു അന്താരാഷ്ട്ര കരാറിലൂടെ റഷ്യയിലേക്ക് കൈമാറി എത്തി. അതുകൊണ്ട് സോവിയറ്റ് കാലഘട്ടത്തിലെ ആയുധങ്ങളുടെ നല്ല പങ്കും 91-ൽ നിലവിൽ വന്ന റഷ്യൻ ഫെഡറേഷൻ ഡെവലപ്പ് ചെയ്ത വെപ്പൺസും എല്ലാം കൂടി ചേർക്കുമ്പോൾ നല്ല ഒരെണ്ണം ആണവ മെറ്റീരിയൽ, ആണവ പോർമുനകൾ, മിസൈലുകൾ ഉണ്ട്. അതോടൊപ്പം ഇറാൻ്റെ ക്രൂഡ് ഡിവൈസാണ്, ബോംബൊന്നുമല്ല, സമ്പുഷ്ടീകരിച്ച യുറേനിയം എന്ന് മാത്രമേ ഉള്ളൂ. അത് റഷ്യയിലേക്ക്, അത് 450 കിലോഗ്രാം റഷ്യയിലേക്ക് മാറ്റിയാൽ ഈ തല പോകുന്ന വിഷയമൊന്നുമല്ലല്ലോ. അവരുടെ കയ്യിൽ സുരക്ഷിതമായി ഇരിക്കില്ലേ? ഇതാണ് റഷ്യ മുന്നോട്ട് വെച്ചത്. ഒരു പക്ഷേ അമേരിക്കയ്ക്ക് അത് സ്വീകാര്യമാവേണ്ടതാണ് ഒരു വയാ മീഡിയ എന്ന നിലയിൽ. പക്ഷേ ട്രംപിൻ്റെ പിടിവാശിയാണ് ചർച്ചകൾ വഴിമുട്ടിച്ചത്. ട്രംപ് പറയുന്നത് അത് തങ്ങളുടെ കയ്യിലേക്ക് തന്നെ വരണം. അതായത് ഇറാനും അമേരിക്കയും തമ്മിൽ യുദ്ധം ചെയ്യുന്നു. ഒരു ഭാഗത്തുള്ള രാജ്യം ഒരു 3ാം രാജ്യത്തിന് കൈമാറുന്നു എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കാം. പക്ഷേ യുദ്ധത്തിൽ ഏർപ്പെട്ടിരുന്ന 2 രാജ്യങ്ങളിൽ ഒരു രാജ്യം മറ്റൊരു രാജ്യത്തേക്ക്
തങ്ങളുടെ ഡിഫൻസിൻ്റെ അല്ലെങ്കിൽ ഡിറ്ററൻസിൻ്റെ പര്യായമായ ആണവ ഇന്ധനം കൈമാറണമെന്ന് പറഞ്ഞാൽ അത് സാധ്യമാകുമോ? അത് മാത്രമല്ല, അങ്ങനെ ഒരു തീരുമാനം ഒന്നും എടുക്കുന്നതിന് മുൻപ് തന്നെ ട്രംപ് മനസ്സിലെ ആഗ്രഹം തീരുമാനം എന്ന രീതിയിൽ അങ്ങ് പറയുകയാണ്, ഇറാൻ ഈ സമ്പുഷ്ടീകരിച്ച യുറേനിയം തങ്ങളെ ഏൽപ്പിക്കാൻ ധാരണയായി എന്നൊറ്റ അടി അങ്ങോട്ട് അടിക്കുകയാണ്. ഇതാണ് യഥാർത്ഥത്തിൽ ചർച്ചകൾ, ഇസ്ലാമാബാദ് ചർച്ചകളെ വഴിമുട്ടിച്ചത് അതാണ്. ഇനിയിപ്പോൾ റഷ്യക്ക് ഇപ്പോഴത്തെ പ്രപ്പോസൽ എന്ത് ചെയ്യാൻ കഴിയും എന്നാണ് നമുക്ക് നോക്കേണ്ടത്. നമുക്കറിയാമല്ലോ, ഇറാൻ ദീർഘകാലം പിടിച്ചു നിൽക്കണമെങ്കിൽ ഈ നാവിക ഉപരോധം ഉൾപ്പെടെ മറികടന്നുകൊണ്ട് ദീർഘകാലം വയബിളായി നിലനിൽക്കണം എങ്കിൽ റഷ്യയും ചൈനയും കുറെ കൂടി ദൃഢമായി ഓപ്പണായി രംഗത്ത് വരേണ്ടതുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഇറാന് ഒറ്റപ്പെടുന്ന ഒരു അനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ, കാരണം മറ്റു രാജ്യങ്ങൾക്ക് സഹകരിക്കാനാവില്ല, യൂറോപ്പിനൊരു ഗുഡ്വിൽ ഉണ്ടാവാം, യുദ്ധം അവസാനിപ്പിക്കണമെന്നതാണ്. ഇറാനോടുള്ള ഗുഡ്വില്ലല്ല, യുദ്ധം അവസാനിപ്പിക്കണമെന്ന്. ഇന്ത്യക്ക് തീർച്ചയായും ഗുഡ്വില്ലുണ്ട്. എന്തുകൊണ്ടാണ്? യുദ്ധം അവസാനിച്ചെങ്കിൽ മാത്രമേ എണ്ണയുടെ സുഗമമായ മൂവ്മെൻറ്റ് ഹോർമോസിലൂടെ നടക്കൂ. ഇറാൻ കടിച്ചു പിടിച്ച് നിന്നാൽ അത് സാധിക്കില്ല. ഇറാനെ പൂർണ്ണമായി നശിപ്പിക്കാനും കഴിയില്ല. ഇറാനെ പൂർണ്ണമായി ആക്രമിച്ച് കരയുദ്ധത്തിലൂടെ അല്ലാതെ പൂർണ്ണമായി ആക്രമിച്ച് കീഴടക്കാനുമാവില്ല. കരയുദ്ധത്തിലേക്ക് ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഇവിടെ എങ്ങും നിന്നൊന്നിരിക്കില്ല. മാസങ്ങളല്ല വർഷങ്ങൾ എടുത്തു എന്നിരിക്കാം. അപ്പോഴും ഒരു തീരുമാനമാകാതെ യുദ്ധം നീണ്ടാൽ മധ്യപൗരസ്ത്യ പ്രദേശത്തെ ആകമാന സാഹചര്യം മാറി മറിയും. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയും എണ്ണ മാത്രമല്ല, നമ്മുടെ പ്രവാസികൾ ഉൾപ്പെടെ. അതുകൊണ്ട് ഇന്ത്യക്കും ഒരു ഗുഡ്വിൽ ഫാക്ടർ ഉണ്ട്, ചൈനയ്ക്കുണ്ട്. ചൈനയുടെ എണ്ണയുടെ നല്ലൊരു പങ്ക് വരേണ്ടത് ഇറാനിൽ നിന്നാണ്. അപ്പോൾ സുഗമമായ എണ്ണ വ്യാപാരം ഉണ്ടാക്കണം. റഷ്യക്ക് എണ്ണ വ്യാപാരമില്ല ഇറാനുമായി, കാരണം റഷ്യക്ക് എണ്ണയുണ്ട്. പക്ഷേ റഷ്യ വിചാരിച്ചാൽ ആഗോള സമിതികളിൽ, അത് യുണൈറ്റഡ് നേഷൻസ് ആണ് ഒന്ന്, അമേരിക്ക കൊണ്ടുവരുന്ന ഇറാൻ വിരുദ്ധമായ ഏത് നീക്കത്തെയും അല്ലെങ്കിൽ ഇറാന് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഏത് നീക്കത്തെയും സെക്യൂരിറ്റി കൗൺസിലിൽ ചെറുത്ത് തോൽപ്പിക്കാൻ കഴിയും ചൈനയും റഷ്യയും വിചാരിച്ചാൽ. അത് ഓൾറെഡി വിചാരിച്ചു കഴിഞ്ഞു. ഇറാനെ അപലപിക്കുന്ന ഒരു പ്രമേയം റഷ്യയും ചൈനയും ചേർന്ന് വീറ്റോ ചെയ്ത് ഹോർമോസ് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇറാൻ്റെ ഉപരോധം അവസാനിപ്പിച്ച് ഹോർമോസ് തുറക്കാൻ ഇറാനെ പ്രേരിപ്പിക്കണമെന്ന് പറയുന്ന ആ ഒരു കാര്യം ചൈനയും റഷ്യയും വീറ്റോ ചെയ്ത് എന്തുകൊണ്ടാണ്? അമേരിക്കൻ ഉപരോധമോടെ നിലനിൽക്കുമ്പോൾ ഇറാനിയൻ ഉപരോധത്തെ മാത്രം കുറ്റപ്പെടുത്തിക്കൊണ്ട് ഒരു പ്രമേയം പാസ്സാക്കാൻ കഴിയില്ല എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് ഇറാൻ തീർച്ചയായും റഷ്യയുടെ സഹായം പ്രതീക്ഷിക്കുന്നു. ഇനി മറ്റേതെല്ലാം രീതിയിൽ സഹായം ഉണ്ടാവാം, അതാണ് ചോദ്യം. റഷ്യൻ പതാക വഹിക്കുന്ന, ഇത് പ്രൊജക്ഷൻസാണ്, അത് സംഭവിക്കുമെന്നത് നാളുകളിൽ സംഭവിക്കാൻ സാധ്യതയുള്ളതും ഒരുപക്ഷെ സംഭവിച്ചേക്കില്ല. സാധ്യതയുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം പൂർണ്ണമായി സംഭവിക്കണമെന്നില്ലല്ലോ. റഷ്യൻ പതാക വഹിക്കുന്ന കപ്പലുകൾ, അത് എണ്ണ കപ്പലുകളാകണമെന്നില്ല, ചരക്ക് കപ്പലുകളാകാം, ഹോർമൂസിലേക്ക് കടക്കുന്നു. ഇറാൻ്റെ തുറമുഖം ലക്ഷ്യമാക്കി തുറമുഖങ്ങൾ, പേർഷ്യൻ ഗൾഫിലെ തുറമുഖങ്ങൾ ലക്ഷ്യമാക്കി പോകുന്നു. ഒമാൻ ഉൾക്കടലിലെ തുറമുഖങ്ങൾ ലക്ഷ്യമാക്കി നീങ്ങുന്നു. എന്തു ചെയ്യാനാവും? അമേരിക്കൻ ഉപരോധത്തിന് പുല്ലുവില പോലും കൊടുക്കാതെ നീങ്ങുന്നു. ചൈന ഓൾസോ കംസ് ഇൻ ടു ദ ഇറാനിയൻ പോർട്ട്സ് എന്നും ചിന്തിക്കുക. അപ്പോൾ എന്താ സംഭവിക്കുക? ചൈനീസ് കപ്പലുകളെയോ ചൈനീസ് ഓയിൽ ടാങ്കേഴ്സ്, അത് ഇറാനിൽ നിന്നും എണ്ണ കൊണ്ടുപോകാൻ കടന്നു വരുന്ന ഓയിൽ ടാങ്കേഴ്സിനെ ആക്രമിക്കാൻ അമേരിക്ക തയ്യാറാവുമോ? ഇല്ല എന്നാണ് എൻ്റെ ഉത്തരം. അങ്ങനെയെങ്കിൽ മറ്റൊരു ഫ്രണ്ടിലും കൂടെ അമേരിക്ക യുദ്ധം ചെയ്യേണ്ടി വരും. ചൈനയോട് ഏറ്റുമുട്ടാൻ പോവുക എന്ന് പറയുന്നത് അത്ര ലളിതമായൊരു കാര്യമൊന്നുമില്ല. അതിൻ്റെ അർത്ഥം ലോകമഹായുദ്ധം തന്നെയാണ്. ചൈന അമേരിക്ക ഏറ്റുമുട്ടൽ എന്ന് പറഞ്ഞാൽ ലോകത്തെ 1-ാം നമ്പർ സൈനിക ശക്തിയും 2-ാം നമ്പർ സൈനിക ശക്തിയും തമ്മിൽ ഏറ്റുമുട്ടിയാൽ അതിനർത്ഥം അതിനൊന്നുമുള്ള സാഹസം അമേരിക്ക കാണില്ല. ഇത് ഉപരോധം മാത്രമാണ്, യുദ്ധമല്ലല്ലോ, ഉപരോധമാണ്, യുദ്ധസമാനമായ ഉപരോധം. അതുകൊണ്ട് റഷ്യയും ചൈനയും കോർഡിനേറ്റഡ് സിങ്ക്രണൈസ്ഡ് ഒരു പാതയാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇതിനിടയിലാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചിയും റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവും തമ്മിൽ പല റൗണ്ട് ചർച്ചകൾ നടത്തി. കഴിഞ്ഞ ദിവസവും ഒരു റൗണ്ട് ചർച്ചയുണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളടക്കം എന്താണെന്ന് രണ്ടു കൂട്ടരും വെളിയിൽ പറയില്ല. പക്ഷേ തീർച്ചയായും കേവലം ഒരു അന്തർധാര മാത്രമല്ല റഷ്യയും ഇറാനും തമ്മിലുള്ളത്. കുറച്ചുകൂടി ദൃഢമായ ഒരു ത്രെഡ് റഷ്യയും ഇറാനും തമ്മിലുണ്ട്. റഷ്യയെ സംബന്ധിച്ചിടത്തോളം കൈവെള്ളയിലിരുന്ന രാജ്യമാണ് സിറിയ, ബാഷർ അൽ അസദിൻ്റെ ഭരണകൂടം. ആ ഭരണകൂടത്തെ അമേരിക്കയുടെ സഹായത്തോടു കൂടി ഇസ്രായേലിൻ്റെ താല്പര്യപ്രകാരം അട്ടിമറിച്ച് അൽ ഷറ ഭരണകൂടം വന്നപ്പോൾ റഷ്യ കാര്യമായി ഒന്നും ചെയ്തില്ല. ഇറാൻ്റെ വലങ്കയായിരുന്നു അസദിൻ്റെ രാജ്യമായ അസദ് നയിച്ചിരുന്ന സിറിയ. അപ്പോൾ ഇറാൻ ബലഹീനമായി. ചുറ്റുപാടുമുള്ള ഹൂതി, ഹിസ്ബുള്ള, ഹമാസ്
ഈ മിലിഷ്യകളും ബലഹീനമായി, പൂർണ്ണമായി അവസാനിച്ചിട്ടില്ല, പക്ഷേ ബലഹീനമായിരിക്കുന്ന യുദ്ധത്തിനിടയിൽ കഴിഞ്ഞ 2 വർഷം 3 വർഷം കൊണ്ട് നടന്ന കാര്യങ്ങളാണ്. പക്ഷേ പൂർണ്ണമായി ദേ ആർ ഡൗൺ ബട്ട് നോട്ട് ഔട്ട്. സിറിയ ഈസ് ഓൾമോസ്റ്റ് ഗോൺ, മറ്റൊരു ഭരണകൂടമാണ്. അപ്പം റഷ്യ ഇനിയും നിസ്സംഗമായി നിന്നാൽ ആ പ്രദേശം ആകമാനം അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഒരു ഡോമിനൻസിലേക്ക് നീങ്ങും. അത് ഒരു കാരണവശാലും റഷ്യ ആഗ്രഹിക്കുന്നില്ല. റഷ്യ എന്തുകൊണ്ട് നേരിട്ട് ഇടപെടുന്നില്ല എന്ന് ചോദിച്ചാൽ ഓൾറെഡി പൂർണ്ണമായി ഇടപെട്ടിരിക്കുകയാണ് ഉക്രൈനിൽ. അവിടെ ഒരു തീരുമാനമാവാതെ ഇടപെടാനാവില്ല. പക്ഷേ ഈ അവസരം ഉപയോഗിച്ചുകൊണ്ട് റഷ്യ ഒരുപക്ഷെ അമേരിക്കയുമായി നെഗോഷിയേറ്റ് ചെയ്തേക്കാം നേരിട്ട്, ബിറ്റ്വീൻ റഷ്യ ആൻഡ് അമേരിക്ക. എന്താണ്, ഉക്രൈൻ വിഷയത്തിൽ കൂടി ഒരു പരിഹാരം ഇതിൻ്റെ ചുവട് പിടിച്ചുണ്ടാവാം. ടെറിട്ടോറിയൽ ട്രാൻസ്ഫർ ആണ് റഷ്യ ആഗ്രഹിക്കുന്നത്. റഷ്യൻ ഭാഷ സംസാരിക്കുന്ന കിഴക്കൻ ഉക്രൈനിലുള്ള ഡൊണസ്ക്, ലുഹാൻസ് പ്രവിശ്യകൾ, സപ്രോഷ്യ റീജൻ, അതുപോലെ തന്നെ നേരത്തെ തന്നെ പിടിച്ചെടുത്ത ക്രൈമിയ, ഇതിൻ്റെ എല്ലാം പൂർണ്ണ നിയന്ത്രണം ഉക്രൈൻ്റെ തന്നെ തീരുമാനപ്രകാരം അംഗീകാരത്തോടുകൂടി റഷ്യക്ക് കൈമാറുകയും റഷ്യ ഒരു യുദ്ധമില്ലാ ഉടമ്പടി ഉക്രൈനുമായി ഒപ്പുവയ്ക്കുകയും യൂറോപ്യൻ രാജ്യങ്ങൾ അതിന് സാക്ഷിയാവുകയും ഉക്രൈനെ യൂറോപ്യൻ യൂണിയനിൽ ചേർക്കില്ല, നെയ്റ്റോയിൽ ചേർക്കില്ല എന്ന തീരുമാനം യൂറോപ്യൻ യൂണിയൻ ബദലായി ഉറപ്പുകൾ കൊടുക്കുകയും ഒക്കെ ചെയ്താൽ ആ വിഷയം പരിഹരിക്കപ്പെടും. ട്രംപ് പറഞ്ഞത് അതൊക്കെ തന്നെയല്ലേ? ഏതാണ്ട് ആ ഒരു തീരുമാനത്തിൻ്റെ വക്കിലെത്തി നിൽക്കുമ്പോഴാണ് ചർച്ചകൾ വീണ്ടും അലസിപ്പിരിഞ്ഞത്. അതുകൊണ്ട് ആ ഒരു ഭാഗം ശാന്തമായാൽ ഒരു സമഗ്ര കരാർ, ലോക സമാധാനത്തിൻ്റെ ഒരു സമഗ്ര കരാർ, മേഖലാ കരാറൊന്നുമല്ലത്, മേഖലയ്ക്കും പുറത്തുള്ള കരാർ എന്നുള്ള നിലയിൽ ഇത് മീഡിയേറ്റ് ചെയ്യാനുള്ള അവകാശം റഷ്യക്ക് ലഭിക്കും. അപ്പോൾ റഷ്യ യുദ്ധത്തിലല്ല, ഈ വിഷയം മീഡിയേറ്റ് ചെയ്യാനുള്ള അനുവാദം റഷ്യക്ക് ലഭിക്കുകയും ഇറാന് കൂടി സ്വീകാര്യമാകുന്ന ഒരു ഫോർമുല സംജാതമാകുമ്പോൾ, ഇത് ഏർലി സ്റ്റേജാണ്, ഇത് വളരെ 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 പ്രാഥമികമായൊരു ഘട്ടമാണ്. റഷ്യ വളരെ ഗൗരവത്തിലൊന്നുമല്ല ഈ സമാധാന ചർച്ചയെ കാണുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ റഷ്യയുടെ നയതന്ത്ര നീക്കത്തെ കാണുന്നത്. പക്ഷേ ഇപ്പോഴത്തെ നിലയിൽ പാകിസ്ഥാൻ വിചാരിച്ചാൽ പിടിച്ചു കെട്ടാവുന്ന ഒരു മധ്യസ്ഥ ശ്രമമല്ലിത്. റഷ്യ വിചാരിക്കുക എന്ന് പറഞ്ഞാൽ ഇറാനെ ഇൻസൈഡ് ഔട്ട് ഉൾക്കൊള്ളാൻ, ഇറാനെ മനസ്സിലാക്കാൻ, ഇറാനുമായി പൂർണ്ണമായി ചങ്ങാത്തത്തിലുള്ള രാജ്യം തന്നെയാണ് റഷ്യ. അപ്പോൾ ഇറാൻ്റെ പെർസ്പെക്റ്റീവ് കൂടി മനസ്സിലാക്കിക്കൊണ്ട് അമേരിക്കയുമായി കൂടി ശത്രുതയില്ലല്ലോ. ഇപ്പം യുക്രൈൻ വിഷയം പരിഹരിച്ചു കഴിഞ്ഞാൽ അമേരിക്കൻ ആയുധങ്ങൾ കൊണ്ട് ഉക്രൈൻ റഷ്യക്കെതിരെ പോരാടുന്നത് കൊണ്ടാണല്ലോ ഈ ബുദ്ധിമുട്ട്. അത് അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ അമേരിക്കൻ റഷ്യ ചങ്ങാത്തത്തിലാണ്. അപ്പോൾ അമേരിക്കൻ താല്പര്യങ്ങളും ഗൾഫ് രാജ്യങ്ങളുടെ താല്പര്യങ്ങളും പരിഗണിക്കും. അപ്പോൾ റഷ്യയുടെ താല്പര്യം എന്താണ്? അമേരിക്ക മാത്രമായി ഗൾഫ് മേഖല, പേർഷ്യൻ ഗൾഫ് മേഖലയിലെ പൂർണ്ണ നിയന്ത്രണം, എണ്ണയുടെ ഉൾപ്പെടെ പൂർണ്ണ നിയന്ത്രണം അല്ലെങ്കിൽ സ്വാധീനം ഉറപ്പിക്കുന്നത് ശരിയല്ല. ഗൾഫ് മേഖല സ്വതന്ത്രമാവണം, സ്വതന്ത്രമായ ചരക്ക് നീക്കത്തിന് സാധ്യമാകണം. UAE ഓൾറെഡി ഒപ്പക്ക് വിട്ട് കഴിഞ്ഞു. അതുകൊണ്ട് ഇനി എന്ത് എന്നൊരു ചോദ്യമുണ്ട്. ഒമാൻ റഷ്യയുമായി ഒക്കെ നല്ല അടുപ്പമുള്ള രാജ്യമാണ്, ഇറാനുമായും നല്ല അടുപ്പമുള്ള രാജ്യമാണ് ഒമാൻ. പേർഷ്യൻ ഗൾഫ്, ഈ ഹോർമോസ് മേഖലയിലെ 3 രാജ്യങ്ങൾ, ഇറാൻ, ഒമാൻ ആൻഡ് UAE, ഈ 3 രാജ്യങ്ങളും ഒരു ധാരണയിലെത്തുകയും അതിന് റഷ്യ ഒരു നിമിത്തമാവുകയും ചെയ്താൽ അത് അങ്ങനെ അസംഭവ്യമായ കാര്യമൊന്നുമല്ല. ഇത് പാകിസ്ഥാൻ്റെ കയ്യിൽ നിൽക്കുന്നതിനേക്കാൾ കൂടുതൽ റഷ്യയുടെ കയ്യിൽ ഈ നയതന്ത്ര നീക്കങ്ങൾ നിൽക്കാൻ സാധ്യതയുണ്ട്. അമേരിക്ക സഹകരിച്ചാൽ മാത്രം മതിയാകും. ട്രംപിന് തലയൂരുകയാണ് വേണ്ടതെങ്കിൽ റഷ്യ ഈസ് റെഡി ടു ഹെൽപ്പ് അമേരിക്ക ഗെറ്റ് ഓഫ് ദ ഹുക്ക്. ഇത് സാധിക്കാത്ത കാര്യമൊന്നുമല്ല. വെറും ഉട്ടോപ്യൻ ആശയം എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന പല കാര്യങ്ങളുമാണ് ഭാവിയിൽ ഒരു നോമായി, ഒരു പാരഡൈമായി, ഒരു ചിന്തയായി ഒക്കെ വരുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് റഷ്യയുടെ സമാധാന ശ്രമങ്ങൾ പൂവണിയട്ടെ. റഷ്യക്കൊരാഗ്രഹം കൂടിയുണ്ട്. എണ്ണ വിപണി പൂർണ്ണമായി അമേരിക്കയുടെ കസ്റ്റഡിയിലാകാൻ പാടില്ല. അമേരിക്കയുടെ തന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന, ക്രൂഡ് ഓയിൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയാണ്. ഏറ്റവും കൂടുതൽ എണ്ണ നിക്ഷേപമുള്ള രാജ്യം, ഭൂമിക്കടിയിലുള്ള രാജ്യം വെനിസ്വേലയാണ്. 2ാം സ്ഥാനത്ത് നിൽക്കുന്ന റഷ്യ ഒക്കെയാണ്. റഷ്യക്ക് ഉണ്ട്, പക്ഷേ അതൊക്കെ സൈബീരിയയിൽ കിടക്കുകയാണ്. ഡ്രില്ല് ചെയ്ത്, റഷ്യയുടെ ജനസംഖ്യ കുറവാണ്, അവർക്ക് എത്തിപ്പെടാനാവാത്ത ഒരുപാട് മേഖലകളുണ്ട്. പക്ഷേ നിക്ഷേപം, സുരക്ഷിതമായ നിക്ഷേപം എന്ന നിലയിൽ റഷ്യ ഹൈഡ്രോ കാർബണിൻ്റെ മേൽ വലിയൊരു സ്വാധീന ശക്തി തന്നെയാണ്. പക്ഷേ റഷ്യൻ എണ്ണ വാം വാട്ടർ പോർട്ട്സിൽ എത്തിക്കണമെങ്കിൽ വലിയ ലോജിസ്റ്റിക്കൽ കടമ്പകൾ കടക്കേണ്ടതുണ്ട്. അപ്പോൾ അമേരിക്കൻ എണ്ണയുടെ കാര്യത്തിലും ഏഷ്യൻ മേഖലയിലേക്ക് എത്താൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതൊക്കെ അമേരിക്ക നയിക്കുന്ന, ഇപ്പം വെനിസ്വേലയിലൂടെയും ഗൾഫിൻ്റെ നിയന്ത്രണത്തിലൂടെയും ഇറാൻ തന്നെ അമേരിക്ക നിയന്ത്രിക്കുന്ന ഘട്ടം വന്നാലും ഹൈഡ്രോ കാർബണിൻ്റെ മേലുള്ള നീരാളിപ്പിടുത്തം
അമേരിക്ക നേടുന്നത് ഒഴിവാക്കാൻ കൂടിയുള്ള ഒരു ആഗ്രഹം റഷ്യക്ക് ഉണ്ടാവും. അതുകൊണ്ടാണ് റഷ്യ ഈ വിഷയത്തിൽ ഒരു പരിഹാരം, ഒരു അമിക്കബിൾ സൊല്യൂഷൻ ഇറാനും അമേരിക്കയ്ക്കും ഗൾഫ് രാജ്യങ്ങൾക്കും ഇസ്രയേലിനും സ്വീകാര്യമാകുന്ന ഒരു സൊല്യൂഷൻ എത്തിച്ചേരാൻ സഹായിക്കാൻ സാധിക്കും എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അതിനുവേണ്ടി ഏതറ്റം വരെ പോകാനും റഷ്യ ഇപ്പോൾ തയ്യാറാവില്ല. ഒരു ഘട്ടം വരുമ്പോൾ മറ്റാർക്കും പരിഹരിക്കാൻ ആവില്ല എന്ന ഘട്ടം വരുമ്പോൾ അമേരിക്ക തന്നെ പറയേണ്ടി വരും, ഒരു പക്ഷേ റഷ്യയോട് പറയേണ്ടി വരും, മിസ്റ്റർ പുടിൻ, പ്ലീസ് കം ആൻഡ് ഡു ദ നീഡ്ഫുൾ ടു ബെയിൽ us ഔട്ട് ഓഫ് ദിസ് ക്വാഗ്മയർ. അതായത് ഈ അന്ധ്രാള ഘട്ടത്തിൽ നിന്നും, ഈ ഒരു ക്വിക്ക് സാൻഡ് സിറ്റുവേഷനിൽ നിന്നും, മുങ്ങിത്താടുന്ന ചതുപ്പിൽ നിന്നും തങ്ങളെ രക്ഷിച്ചെടുക്കാൻ മറ്റാർക്കും ഇനി കഴിയില്ല. റഷ്യക്ക് ഒരു ചാൻസ് ഉണ്ട്, വൈ ഡോണ്ട് യു യൂസ് ഇറ്റ് എന്ന് പറയുന്നൊരു ഘട്ടം വരും എന്ന് തന്നെ ചിന്തിക്കുന്ന പലരുമുണ്ട്. കാത്തിരുന്ന് കാണാം.